ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അരുന്ധതി കെവിനോട് എല്ലാം നിർത്താമെന്നും സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയാമെന്നും പറയുമ്പോൾ അമ്മ ഇതിൽ ഇടപെടേണ്ട, ലീനയോടും എന്നോടും ചെയ്തതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല, ചന്ദ്രോത്തുകാരുടെ നാശം അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. പിന്നീട് ഇസബെല്ല ദേവിക സൈബർ സെല്ലിനെ വിവരമറിയിച്ച് തൻ്റെ ഫോൺ ട്രേസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു. ശേഷം നന്ദു ഇസബെല്ലയോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്നും അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല, എൻ്റെ കാണാതായ ഫയൽ എനിക്ക് കിട്ടണം, അതിനുവേണ്ടി നന്ദു എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തുമെന്ന് തന്നെ മനസ്സിലെ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് ദേവിക സിദ്ധുവിനോട് പറയുന്നുണ്ട്. തുടർന്ന് പ്രഭയോട് സിദ്ധുവും ദേവികയും നന്ദു എവിടെയുണ്ടെന്ന് മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് പ്രഭ. പിന്നീട് ഇസബെല്ലയുടെ കാര്യം വളരെ നിസ്സാരമായിട്ടാണ് അവൾ പറഞ്ഞതെങ്കിലും അവളുടെ ചങ്ക് നീറുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ രജനിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ താൻ അത് സഹിക്കൂ എന്ന് പ്രഭയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ സിദ്ധു. പിന്നീട് ശാരിക ദേവിയെ വിളിച്ചിട്ട് ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടണമെന്നും സംഭവം ജെനുവിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുമെന്നും ചേച്ചി ധൈര്യത്തോടെ കാര്യങ്ങൾ ഫേസ് ചെയ്യണമെന്നെല്ലാം ശാരിക പറയുമ്പോൾ ഞാനിപ്പോൾ പഴയ ദേവികയല്ലെന്നും വിലയില്ലാത്തവരുടെ പുറകെ പോയി സ്നേഹത്തിന് വേണ്ടി കെഞ്ചാനായിട്ട് എന്നെ കിട്ടില്ലെന്നും കാണാതായ ആ ഫയലിനെ കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്തയെന്നും ദേവിക പറയുന്നുണ്ട്. എന്തായാലും ചേച്ചിക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും എന്നെ വിളിക്കാമെന്നും ശാരിക പറയുന്നുണ്ട്. പിന്നീട് വഴിക്ക് വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് ഇസബെല്ലയും നന്ദനും ഒരു ഹോം സ്റ്റേയിൽ മുറിയെടുക്കുന്നു. അവിടെ വെച്ച് ഒരു സിദ്ധാർത്ഥനെ പരിചയമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ നന്ദനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നീട് നന്ദൻ്റെ മുറിയിലെത്തുന്ന ഇസബെല്ല നന്ദൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ട എന്നും നന്ദനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നന്ദന എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞാൻ, കെവിൻ, പിന്നെ എൻ്റെ പാപ്പൻ, അങ്ങനെ എല്ലാവരും, അതുകൊണ്ട് മനസ്സിൽ നിന്നും ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ എടുത്തു കളയാനെല്ലാം പറയുന്നുണ്ട്. ശേഷം നന്ദൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, അവൻ എവിടെ പോയതാവും എന്നെല്ലാം രജനി ചോദിക്കുമ്പോൾ എവിടെ പോയാലും നന്ദനെ ദേവിക കണ്ടെത്തും, കാരണം നന്ദനാണ് ദേവികയുടെ ഫയൽ മോഷ്ടിച്ചിരിക്കുന്നത്, ഇസബെല്ലയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും നന്ദൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ഫയൽ നന്ദൻ എന്തിനാണ്? ഏതായാലും ഈ ഒരു പ്രശ്നത്തോടെ എല്ലാം കലങ്ങി തെളിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡവും നന്ദനും എന്തിന് ദേവികയെ കൊണ്ട് നിർബന്ധിച്ച് പ്ലാന്റേഷനുള്ള അനുമതിയിൽ ഒപ്പുവെപ്പിച്ചു, അങ്ങനെ എല്ലാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗിരീഷ് രജനിയോട്. ശേഷം നന്ദൻ ഇസബെല്ലയോടൊപ്പമാണ് പോയിരിക്കുന്നത് എന്ന വാർത്തയറിഞ്ഞ ഗൗരിയാണെങ്കിലും വളരെ വിഷമത്തോടുകൂടി ഭാർഗവിയോട് പറയുന്നുണ്ട്, എനിക്ക് ദേവികയുടെ കാര്യം ഓർത്താണ് വിഷമം, എങ്ങനെ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞിരുന്നവരാണ് നന്ദനും ദേവികയും, അവളെ മറന്നിട്ട് നന്ദൻ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദേവിക എന്ന് പറഞ്ഞാൽ നന്ദന് സ്വന്തം പ്രാണനായിരുന്നു, അവളെ മറന്ന് ഇന്നലെ കണ്ട ഒരുത്തിയോടൊപ്പം നന്ദൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായിട്ടുള്ള എന്തോ ഒരു കാരണമുണ്ടെന്നെല്ലാം ഗൗരി പറയുമ്പോൾ ഇപ്പോൾ വലിയ ബിസിനസ്മാനൊക്കെ ആയപ്പോൾ ദേവിക പോരാ എന്ന് നന്ദന് തോന്നിക്കാണും, പ്രഭക്കുഞ്ഞു ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്ന് ഭാർഗവിയും പറയുന്നുണ്ട്. പിന്നീട് നന്ദു എവിടെയുണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഞാനൊരു ഒറ്റക്കൈ പ്രയോഗം തന്നെ ചെയ്യാൻ പോവുകയാണെന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് കരുതും എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കിപ്പോൾ ഇല്ല, മിസ്സിംഗ് ആയ ഫയൽ കണ്ടുകിട്ടുക അത് മാത്രമാണ് എൻ്റെ ഇപ്പോൾ ലക്ഷ്യം, അതുകൊണ്ട് നന്ദു എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നും ദേവിക സിദ്ധുവിനോടും പ്രഭയോടൊക്കെ ആയിട്ട് പറയുമ്പോൾ സിദ്ധു പ്രഭയോടായിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, പ്രഭ ഞാൻ തന്നോട് വീണ്ടും ചോദിക്കുകയാണ്, നന്ദൻ എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ താനത് പറയണം, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്, പല ഇഷ്യൂസിൻ്റെ നടുവിലാണ് ദേവിക, ചിലപ്പോൾ MLA സ്ഥാനം വരെ നഷ്ടപ്പെട്ടേക്കാം, നമ്മുടെ മോനാണ് നമുക്കിപ്പോൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതും കൂടി താൻ ഓർക്കണം, മറ്റാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് എന്തെങ്കിലും തനിക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ തുറന്നു പറയണമെന്നെല്ലാം സിദ്ധു ചോദിക്കുമ്പോൾ എല്ലാം തുറന്നു പറയാൻ തന്നെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ പ്രഭാവതി. തുടർന്ന് നന്ദൻ്റെ കൈകൊണ്ട് ഋഷിയുടെ മരണം സംഭവിച്ചതും ശേഷം നന്ദൻ ഇതിൽ പെട്ടുപോയ കാര്യങ്ങളും അങ്ങനെ എല്ലാം സത്യങ്ങൾ ഓരോന്നായിട്ട് പ്രഭാവതി സിദ്ധുവിനോടും ദേവികയോടും തുറന്നു പറയുന്നുണ്ട്. പിന്നീട് മുൻ MLA സിദ്ധാർത്ഥൻ്റെ മകൻ നന്ദൻ്റെ ഹോം സ്റ്റേയിലെ അനാശാസ്യം എന്ന തലക്കെട്ടോടെ ഒരു വാർത്ത പത്രത്തിൽ വരുന്നു. ആ വാർത്ത കണ്ട് ഇനി എന്താ ചെയ്യുക, ഉടനെ എന്നെ അന്വേഷിച്ച് പോലീസ് ഇവിടെ എത്തും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നന്ദൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ എല്ലാം നോക്കിക്കോളാം, നന്ദൻ ടെൻഷൻ ആവണ്ട, നന്ദന് ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ ആശ്വസിപ്പിക്കുകയാണ് ഇസബെല്ല. ഏതായാലും ആ പത്രവാർത്ത വന്നതോടുകൂടി തന്നെ ആ ഹോം സ്റ്റേയിൽ നന്ദനെ അന്വേഷിച്ച് പോലീസ് എത്തുന്നുണ്ട്.
ഏതായാലും പ്രഭാവതിയിൽ നിന്നും ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന സിദ്ധുവും ദേവികയാണെങ്കിൽ നന്ദൻ ഇതിൽ പെട്ടുപോയതാണെന്നും നന്ദനെ കുടുക്കിയിരിക്കുന്നത് കെവിനും ഇസബെല്ലയും ചേർന്നാണെന്നും ഋഷിയാണ് എല്ലാത്തിൻ്റെയും പുറകിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ള സത്യാവസ്ഥകൾ മുഴുവൻ ഉടനെ തന്നെ പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോ ദേവി സീരിയലിൽ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്